ഹലോ ഗൈസ്, സെൻറ്റർ പോയിന്റ് പ്രൈം പട്ടായയിലെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ടാലോ. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോഫി, ടീ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട കോഴ്സ്. മെയിൻ കോഴ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആശ്വാസമായിട്ട് ആദ്യം ജാസ്മിൻ റൈസിൽ നിന്ന് തുടങ്ങാം. അതുപോലെ തന്നെ ചിക്കൻ വിത്ത് വെജിറ്റബിൾ മിക്സ് ചെയ്ത ഒരു ചിക്കൻ്റെ ഡിഷാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് മഷ്റൂമും ടോഫും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ ക്യാബേജ് സ്റ്റൂ ചെയ്തതും അതിൻ്റെ കൂടെ റെഡ് സോസും ഉണ്ട്. അതിനുശേഷം വെർമിസെല്ലി കൊണ്ടുണ്ടാക്കിയ ഒരു ഡിഷാണ്. അത് നമ്മുടെ റൈസിനൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസൊക്കെ പോലെ ഇരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഈ ചിക്കൻ്റെ വിങ്സ് ആണ്. അതിൻ്റെ കൂടെയുള്ള ഒരു അടിപൊളി ഡിപ്പും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സൂപ്പിലേക്കാണ്. സൂപ്പിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്, പക്ഷേ ഇതൊരു മഷ്റൂമിൻ്റെ വെജിറ്റേറിയൻ സൂപ്പാണ്. ഇതുകൊണ്ട് നമ്മൾ തീർന്നിട്ടില്ല. അടുത്തതായിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ പൊതുവേ ഒരു ഡെസേർട്ട് പ്രേമി അല്ലെങ്കിൽ ഈ ഡെസേർട്ടാണ്. കോക്കനട്ട് മിൽക്കിൻ്റെ കൂടെ തന്നെ തായ് ഡെസേർട്ടാണ്. ഡെസേർട്ട് എന്താണെന്ന് നിങ്ങൾ ഈ ബോഡിയിൽ നിന്ന് വായിച്ച് നോക്കിക്കോളുക. എനിക്കിതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ കിഡിലും സാധനമായിരുന്നു. അടിപൊളി നല്ല ടേസ്റ്റി ആയിരുന്നു. അതുകൂടാതെ ഫ്രൂട്ട്സിൻ്റെ ഒരു കലവറ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോർക്കും ഫ്രൂട്ട്സ് കൊണ്ട് ഇതെല്ലാം തീർന്നെന്ന്. ഇതൊന്നും തീർന്നിട്ടില്ല. ഇനി നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ സെഷനാണ്. വെജിറ്റബിൾസിൻ്റെ സെഷനിൽ ധാരാളം കട്ട് വെജിറ്റബിൾസ്, അതിനോടൊപ്പം നമ്മുടെ ലീഫുകൾ, ധാരാളം ഇലകൾ നോക്കി ഇത്രയും ഇലകൾ അവിടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറായിട്ടുള്ള വെജിറ്റബിൾസ്, ടൊമാറ്റോ, അതുപോലെ കുക്കുംബർ, അതിൻ്റെ കൂടെയുള്ള സോസ്, മറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ ഹോട്ടലെന്ന് പറഞ്ഞാൽ. 400 മുറികളുള്ള 30 നിലകളിലായി പരന്നു കിടക്കുന്ന ഹോട്ടലാണ്. മൈ കേരള ടൂറിസം അസോസിയേഷൻ്റെ 30ാമത് ഫാം ട്രിപ്പ് തായ്ലൻഡ് ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്തിട്ട് തായ്ലൻഡ് വെച്ച് നടക്കുന്ന ഫംഗ്ഷനിലാണ് ഞാൻ ഈ 5 സ്റ്റാർ ലഞ്ച് കഴിച്ചത്. നമ്മുടെ കൂടെ വന്ന ഏകദേശം 66ഓളം ആൾക്കാരാണ്. അവർ ഈ ഹോട്ടൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അശ്വിൻ ഭായ് എന്തൊക്കെ കഴിക്കുന്നുണ്ടോ നോക്കാൻ പോയി. അശ്വിൻ ഭായ് 2 പ്ലേറ്റിലായിട്ട് ഫുഡ് എടുത്ത് വെച്ചിരിക്കുവാണ്. റൈസും വെർമിസെല്ലിയും ഉണ്ട്, അതുകൂടാതെ തന്നെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയ വേറൊരു പ്ലേറ്റും ഉണ്ട്. എന്നാൽ ഇത് രണ്ടും ആൾ കഴിക്കുന്നില്ല. ആളപ്പുറം ഇരുന്ന് സ്റ്റാർട്ടർ സൂപ്പിൽ നിന്ന്, അതായത് നമ്മുടെ മഷ്റൂം സൂപ്പ് കഴിച്ചുകൊണ്ടാണ് തുടങ്ങിയേക്കുന്നത്. ആൾക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എനിക്ക് ഈ പറയുന്ന ഫുഡുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഈ കോണും അതോടൊപ്പം ഈ ഡീപ്പ് ഫ്രൈ ചെയ്ത ചിക്കനുമാണ്. ഇത് ഞാൻ നല്ല കാര്യമായിട്ട് കഴിച്ചു. പക്ഷേ ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഡെസേർട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു 5 സ്റ്റാർ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. ഈ ഡെസേർട്ടും ഈ ചിക്കന് ഞാൻ കാര്യമായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.